അപ്പോൾ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ് പുതിയ വയനാട് DCC പ്രസിഡന്റ് TJ ഐസക് 24-നോട്. മുള്ളംകൊല്ലിയിലെ പ്രശ്നവും DCC മുൻ ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ND അപ്പച്ചനെ നേരിൽ കണ്ടിരുന്നുവെന്നും TJ ഐസക് പറഞ്ഞു. നമ്മുടെ സുർജിത് അയ്യത്ത് വയനാട്ടിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വയനാട് DCC അധ്യക്ഷനായി ICC പ്രഖ്യാപിച്ച TJ ഐസക് നമ്മോടൊപ്പം ചേരുകയാണ്. താങ്കൾക്ക് മുന്നിൽ ഇപ്പോൾ നിലവിൽ സംഘടനാ പ്രശ്നങ്ങൾ സജീവമായൊരു ഘട്ടത്തിൽ കൂടിയാണ് താങ്കൾ ഈ സ്ഥാനത്തിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? സംഘടനാ പ്രശ്നങ്ങൾ അങ്ങനെ നമുക്കുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പാർട്ടിയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് എല്ലാവരെയും ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കരസ്ഥമാക്കുന്നുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പുള്ള ലക്ഷ്യം. മുൻ DCC പ്രസിഡന്റ് ആയിരുന്ന ND അപ്പച്ചന്റെ അദ്ദേഹത്തിന്റെ രാജി, അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന അസ്വാരസ്യങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അദ്ദേഹത്തെ എങ്ങനെയാണ് ഇനി അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്? ഞാൻ അദ്ദേഹത്തെ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ പ്രസിഡന്റായി തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാ പിന്തുണയും സഹായവും ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ നഗരസഭയിൽ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീർഘകാലമായി അത്തരത്തിലൊരു ഭരണപരമായ ഇടപെടലുകൾ താങ്കൾക്ക് അതിൻ്റെ ഒരു നിപുണത ഈ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു കരുതുന്നുണ്ട്? അല്ല, സംഘടനാ രംഗത്തുകൂടിയാണല്ലോ ഞാൻ വന്നത്. പാർട്ടിയിൽ ഞാൻ KSUവിൽ തുടങ്ങി KSUവിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം. ഈ മുള്ളംകൊല്ലിയിൽ ഒപ്പം NM വിജയന്റെ ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, അതൊക്കെ പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? ഇനി എത്രമാത്രം? അത് വിജയന്റെ വിഷയം മുള്ളംകൊല്ലിയൊക്കെ കഴിഞ്ഞല്ലോ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ വെച്ചാൽ അവർ തന്നെ പറഞ്ഞത് അവരുടെ ബാധ്യതകളൊക്കെ തീർന്നു, പാർട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ആ വിഷയം ഇനി ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം പോലുമല്ല, അത് അവസാനിച്ചിരിക്കും. പാർട്ടിക്കകത്തെ സൗമ്യമുഖം, കാർക്കശ്യ സ്വഭാവം, ഇതൊക്കെയാണ് താങ്കളെ കുറിച്ചുള്ള പൊതുവിലയിരുത്തൽ. അതിനെക്കുറിച്ച് എന്താണ് പറയുക? അല്ല, ഞാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാനിപ്പം സ്വാഭാവികമായിട്ടും നഗരസഭയിലാണെങ്കിലും നിയമം വിട്ടോ ചട്ടങ്ങൾ വിട്ടോ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. എനിക്കൊരു ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അക്കാര്യത്തിലൊക്കെ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുള്ളൂ. മറ്റൊന്ന്, ഈ സഹകരണ മേഖല വലിയ രീതിയിൽ ഉലച്ച ഒരു സന്ദർഭം കൂടി ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അതിന്റെ തുടർച്ചയായിട്ടുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു ശുദ്ധീകരിക്കാനുള്ള ഇടപെടൽ താങ്കളുടെ ഭാഗത്തുണ്ടാവും? സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ വിവാദങ്ങളില്ലാതെ കൊണ്ടുപോകും. അപ്പോൾ അതിനകത്ത് പാർട്ടിയെ സംബന്ധിച്ച് അതിനകത്ത് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ ഒരു അറിവോടെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റിൽ സഹകരണ മേഖലയിൽ ഒരു പാർട്ടിക്ക് സ്വീകാര്യമല്ലാത്ത, സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത ഒരു കാര്യവും നടക്കാൻ ഞാൻ അനുവദിക്കില്ല. അതാണ് ആ കാര്യത്തിലെ നിലപാട്. എല്ലാ ആശംസകളും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.